മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള യോഗാസന പരിശീലന പദ്ധതിയാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇന്ന് നമ്മൾ ചെയ്യണത് കിടന്ന് ഉള്ള യോഗാസനങ്ങളാണ്. കിടന്നും ഇരുന്നും നിന്നും 3 വിധത്തിലുള്ള യോഗാസനങ്ങളുണ്ട്. യോഗാസനം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ യോഗാസനം ചെയ്യുന്ന സ്ഥലത്ത് ധാരാളം വായുസഞ്ചാരം വേണമെന്നുള്ളതാണ്. അതുപോലെ നിലത്ത് നമ്മൾ യോഗ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒരു ഷീറ്റ് ഇട്ടിട്ട് യോഗ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഷീറ്റ് വേണം. ഭൂമിയെ സ്പർശിച്ച് യോഗ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് യോഗ ചെയ്യാൻ പാടില്ല. ഒരു 4 മണിക്കൂറിൽ കഴിഞ്ഞിട്ട് യോഗ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ വളരെ ഇറുകിയ വസ്ത്രങ്ങൾ ഇട്ടിട്ട് യോഗാസനങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെ ചില പ്രാഥമിക കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. മറ്റൊന്ന്, യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വല്പം റെസ്റ്റ് എടുത്തിട്ട് വേണം യോഗയിലേക്ക് വരാൻ. യോഗ കഴിഞ്ഞാൽ 10 മിനിറ്റെങ്കിലും ശവാസനം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ, ഓടിപ്പോകരുത്. ഇത്തരം ചില കാര്യം ശ്രദ്ധിച്ചാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ യോഗാസനത്തെ നമുക്ക് യോഗ നിവാരണത്തിന്റെ മാർഗമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ശവാസനം തന്നെ പരിശീലിക്കാം. മലർന്ന് കിടക്കുക, കാലുകൾ 2 അകത്തി വയ്ക്കുക, കൈകൾ ഇരു സൈഡിലും ശരീരത്തിനേക്കാളും കുറച്ചുകൂടി അകത്തി വെച്ച് ഫ്രീ ആയിട്ട് സുഖമായിട്ട് കിടക്കുക. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് പോകുന്ന തരത്തില് ശരീരത്തെ തളർത്തിയിട്ട് കിടക്കുക. സുഖമായി കിടക്കുക, സന്തോഷത്തോടെ കിടക്കുക. ഇങ്ങനെ കിടന്നൊരു 8-10 ബ്രീത്ത് ചെയ്തതിന് ശേഷം നമ്മൾ സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിൽ കൊണ്ടുപോകും. മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട്, വിരലുകൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ പുറകോട്ട് വലിക്കും. അപ്പോൾ കാല് കൂട്ടിച്ചേർക്കും. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വീണ്ടും ഇരു സൈഡിലും മടക്കി വയ്ക്കും, കാലുകൾ അകത്തി വയ്ക്കും. ഒരു 5-6 ബ്രീത്ത് ചെയ്യാം. നീ സാവധാനം നമ്മളുടെ ഉദരത്തിലേക്ക് ശ്വാസം എടുക്കണം. ഉദരശ്വസനം, അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. ശ്വാസം എടുത്ത് നമ്മുടെ ഉദരം വികസിച്ചു വരണം. ശ്വാസം വിടുമ്പോൾ സങ്കോചിച്ച് നട്ടെല്ലുമായിട്ട് സ്പർശിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കൂടുതൽ പ്രാണവായു ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് പുറത്തേക്ക് വിടാൻ സാധിക്കും. ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. സന്ധികള്, നമ്മുടെ ജോയിന്റുകൾ, അതുപോലെ നാഡികൾ, ഞരമ്പുകൾ സജീവമാകും. ഇന്റേണൽ ഓർഗൻ സജീവമാകും. ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ തുടക്കത്തിനും അവസാനത്തിനും ചെയ്താലും യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ ശരീരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാനും ഈ ശവാസനം വളരെ പ്രയോജനപ്പെടുന്നതാണ്. സാവധാനം ശ്വാസം എടുത്ത് ആദ്യം ശ്വാസം പുറത്തേക്ക് വിടുക. പിന്നെ ശ്വാസം എടുത്ത് ഉദരം വികസിപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് സങ്കോചിപ്പിക്കുക.
ഇതുപോലെ 5 തവണ ചെയ്യണം. ഇങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പെരുവിരലും ചെറുവിരലും മോതിരവിരലും നമ്മളിങ്ങനെ സ്പർശിച്ചിട്ട് കിടക്കാം. പ്രാണമുദ്ര പിടിച്ചിട്ട് കിടക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം സ്വസ്ഥമായി കിടക്കുക. നോർമൽ ബ്രീത്തിങ്, സാധാരണ ശ്വാസോച്ഛ്വാസം. നമുക്ക് യോഗാസനത്തിലേക്ക് വരാം. ആദ്യം നമ്മൾ അർദ്ധമേരുദണ്ഡാസന ചെയ്യണം. കൈകൾ കമത്തി വയ്ക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് മുകളിലേക്ക് ഉയർത്തുന്നു. വിരലുകൾ മുമ്പോട്ട് ചൂണ്ടിയിരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തും. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ വയ്ക്കും. ഇത് ഇരുകാലുകളിലും നമുക്കൊരു 10ഓ 20ഓ പ്രാവശ്യം ചെയ്യാം. ഇപ്പൊ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. രണ്ടാമത് നമ്മൾ ചെയ്യണത് 2 കാലുകൾ ഉയർത്തും. അപ്പൊ കൈ ഇങ്ങനെ ചുരുട്ടി 2 സൈഡിലും വെക്കുകയാണെങ്കിൽ ബലം കിട്ടും. ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണെങ്കിൽ ഇരു കാലുകളും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തും, ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കും. ഇത്രേ ഉള്ളൂ. ഈ വയറിന് പിടുത്തം വരണം. അപ്പൊ സാവധാനം ഉയർത്തണു. ഉയർത്തി അതിന്റെ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിർത്തിയതിന് ശേഷം വേണം നമ്മൾ സാവധാനം വയ്ക്കണം. ഇടരുത് കാല്. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ വയറ് അമിതമായ വയറ് കുറയാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ പാങ്ക്രിയാസിന്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, ജനനേന്ദ്രിയത്തിന്റെ പ്രവർത്തനം, ഇതൊക്കെ നന്നാവാൻ ഇത് വളരെ ഫലപ്രദമാണ്. ഓരോ യോഗാസനം ചെയ്താലും 8-10 ബ്രീത്ത് ചെയ്തതിന് ശേഷം വേണം അടുത്ത യോഗാസനത്തിലേക്ക് വരാൻ. ഇപ്പൊ ചെയ്തതിന്റെ വിപരീതമായിട്ടുള്ള ആസന ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഉയർന്നു വരും. ശ്വാസം വിട്ടുള്ളൂ. ഇതും വയറിന് പിടുത്തം കിട്ടുന്നതാണ്. കുടവേറെ കുറയാൻ നല്ലതാണ്. അതുപോലെ ഹെർണിയ ഉള്ളവര്, പ്രോസ്റ്റേറ്റ് വീക്കം ഉള്ളവര് അത് ഇത് ചെയ്യണ്ട. അൾസറിന്റെ പ്രശ്നമുള്ളവർ, അല്ലാത്തവർക്ക് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാം ചെയ്യാം. അടുത്ത യോഗാസനം പവനമുക്താസനമാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കാല് നമ്മളുടെ ചെസ്റ്റിനോട് കൂട്ടിച്ചേർത്തു. അപ്പൊ നമ്മൾ താട കൊണ്ടുവന്ന് മുട്ടയിൽ മുട്ടിക്കും. ശ്വാസം എടുത്തുകൊണ്ട് തല കൊണ്ടുവച്ചു, ശ്വാസം വിട്ടു, വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി, കാല് കൊണ്ടുവച്ചു. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാല് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ചെസ്റ്റിനോട് കൂട്ടിച്ചേർത്തു. ശ്വാസം എടുത്തുകൊണ്ട് തല കൊണ്ടുവച്ചു, ശ്വാസം വിട്ടു, വീണ്ടും ശ്വാസം എടുത്തു,
ശ്വാസം വിട്ടുകൊണ്ട് കാലുകൊണ്ട് വെച്ചു. ഈ ഒരു ശ്വാസക്രമമാണ് നമ്മൾ ഏറ്റവും യോജിച്ചത്. പല ക്രമങ്ങളും ഉണ്ട്. നമ്മൾ പൊതുവെ ശരീരം വീക്കാണല്ലോ പ്രമേഹം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ശ്വാസക്രമമായിരിക്കും നമുക്ക് യോജിച്ചത്. ഇത് രണ്ട് കാലിലും റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മളുടെ ഈ കഴുത്തിന് വേദന ഉള്ളവര് അവർ കഴുത്ത് ഉയർത്തണ്ട. അവർ ഇത്രയും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. ഇത് ചെയ്താൽ മതി. എന്നിട്ട് ശ്വാസം എടുത്തു ശ്വാസം വിട്ട് കാല് കൊണ്ട് വെച്ചാൽ മതി. കഴുത്തിന് വേദന ഇല്ലാത്തവർക്ക് കഴുത്ത് ഉയർത്തി കൊണ്ടുവരാം. ഇത് നമ്മളുടെ പ്രത്യേകിച്ച് സെക്ഷുവൽ ഡിസ്ഫങ്ഷനായിട്ട് ലൈംഗികശേഷി കുറവുള്ളവർക്ക് വളരെ ഫലപ്രദമായ ഒരു ആസനമാണിത്. അതുപോലെ ഉദരത്തിലെ പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ട്, യൂട്രസിൽ സിസ്റ്റ് ഉള്ളവർക്ക്, അതുപോലെ മെൻസസ് പെയിൻ ഉള്ളവർക്ക്, അങ്ങനെ യൂട്രസിന്റെ പ്ലാപ്സം ഉള്ളവർക്ക്, അറിയാതെ മൂത്രം പോകുന്നവർക്ക്, മൂത്രത്തിൽ പതയുള്ളവർക്ക്, ക്രിയാറ്റിൻ കുറവുള്ളവർക്ക്, ഇങ്ങനെയുള്ള ഈ നമ്മളുടെ ബ്ലാഡറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അങ്ങനെയുള്ളവർക്ക് വളരെ ഫലപ്രദമാണ് ഈ യോഗാസനങ്ങൾ. ഇത് രണ്ട് കാലിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കഴുത്ത് വേദന ഇല്ലാത്തവർക്ക് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തലകൊണ്ട് വെച്ചു, ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൊണ്ട് വെച്ചു. മുട്ട് വളയ്ക്കരുത്. അടുത്ത ഒരു യോഗാസനം ന്യൂറോപ്പതിക്ക് വളരെ ഫലപ്രദമാണ്. ന്യൂറോപ്പതി എന്നാൽ നമുക്ക് സ്റ്റിഫ്നെസ് വരുവാണല്ലോ ചെയ്യണം ഞരമ്പുകൾക്ക്. അത് കുറയ്ക്കാൻ പറ്റുന്നത് മസിലിന്റെ ഒക്കെ ലൂബ്രിക്കേഷൻ നല്ലതാണ്. ഇടത് കാല് ഉയർത്തുക, ഇടത് കൈ കൊണ്ട് ഇടത് കാല് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. വലത് കാല് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, വലത് കൈ കൊണ്ട് പിടിക്കുക, വലിക്കുക. ഇവിടെ ഈ എല്ലാ ഭാഗവും ഞരമ്പുകളും നാടികളൊക്കെ വലിയും. അതുപോലെ ഈ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതിക്കും വളരെ നല്ലതാണ്. വെരിക്കോസിനും നല്ലതാണ്. ചെയ്യാം. ഇത് രണ്ട് കാലിലും ചെയ്യാം. അടുത്തത് സൈക്കിളിയോട്ടാണ്. ഇങ്ങനെ വലിയ വൃത്തത്തില് സൈക്കിളിയോട്ട്. പിന്നെ ഓപ്പോസിറ്റ്. ആദ്യം ആന്റി ക്ലോക്ക് വൈസ്, പിന്നെ ക്ലോക്ക് വൈസ്. അടുത്തത് സേതുബന്ധാസനമാണ്. കാലുകൂടി പിടിച്ചിട്ട് ബട്ടക്സ് ഉയർത്തി ഒരു കാല് പോയ ബെഞ്ച് ആകൃതിയിൽ കിടക്കുന്നത്. ബ്രീത്ത് ചെയ്യാം. ഇത് പാങ്ക്രിയാസിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയും ലങ്സിന്റെ ഒക്കെ കപ്പാസിറ്റിക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ 10-20 ബ്രീത്ത് ചെയ്യാൻ നോക്കും. വീണ്ടും നമ്മൾ റിലീസ് ചെയ്യുക, വീണ്ടും ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്കിത് ഈ സേതുബന്ധാസനം ചെയ്യാവുന്നതാണ്.
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിലേക്കുള്ള ബ്ലഡ് തലയിലേക്ക് ഒഴുകി വരും, ഹാർട്ടിലേക്ക് ഒഴുകി വരും. തിരിച്ചു ചെയ്യുമ്പോൾ അങ്ങോട്ടൊരു ബ്ലഡിന്റെ ഒരു ശരിയായ ഒഴുക്ക് ഉണ്ടാകും എന്നതാണ് സേതുബന്ധാസനത്തിന്റെ പ്രത്യേകത. അടുത്തത് മത്സ്യാസനമാണ്. മത്സ്യാസനം തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. 2-3 തരത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള വഴി ഞാൻ കാണിച്ചു തരാം. കഴുത്തിന് ശരിക്ക് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഇരിക്കുന്ന ഭാഗത്തിന് ശരിക്ക് സ്റ്റിമുലേഷൻ കിട്ടണം. കണ്ണുകൊണ്ട് ബാക്കിലേക്ക് പുറകോട്ട് നോക്കണം. അതാണ് ഈ യോഗാസനത്തിന്റെ പ്രത്യേകത. അടുത്തത് ചക്രാസനമാണ്. ഇത് ഡിസ്കിന്റെ പ്രശ്നം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. യൗവനം തിരിച്ചു വരാൻ നല്ലതാണ്. ബ്ലഡിന്റെ ഒക്കെ നോർമലായിട്ട് വരാൻ വേണ്ടി വളരെ നല്ലതാണ്. എല്ലാവർക്കും സാധിക്കില്ല ചെയ്യാൻ, പറ്റുന്നവരൊക്കെ ചെയ്യുക. വെറുതെ ചക്രം ഒരു സൈഡിൽ വളഞ്ഞാൽ മതി. ചക്രാസനം ചെയ്താൽ നമ്മൾ അതിന് വിപരീതാസനം കൂടി ചെയ്യണം, പാദഹസ്താസനം കൂടി ചെയ്യണം. കൈ മുകളിലേക്ക് ഉയർത്തിയിട്ട് സാവധാനം കൊണ്ടുവന്ന് കൈ താഴെ പതിക്കുക. അതാണ്. സാധാരണ ഗതിയിൽ മലന്ന് കിടത്തൊരു ആസനം ചെയ്താൽ മതിയാവും. ഇനി ചെരിഞ്ഞു കിടന്നുള്ള ആസനമാണ്. കൈ തലേനായിട്ട് വയ്ക്കുക. അത് കാല് ഉയർത്താം. ഇത് ജനനേന്ദ്രിയ ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. നടുവേദന കുറയാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ അനന്താസനം, നട്ടെല്ലിനെ സൈഡിലേക്ക് തിരിക്കാൻ ഇത് വളരെ പര്യാപ്തമാണ്. പെടല് വേദന പോലുള്ള വേദനകൾ നമുക്ക് അനന്താസനം സ്ഥിരം ചെയ്താൽ ഉണ്ടാവില്ല. വിശ്രമാസനം കൂടിയിട്ടാണ്. ഇത് 2 സൈഡിലും ചെയ്യണം. ഇങ്ങനെ കിടന്നാൽ മതി, വെറുതെ കിടന്നാൽ മതി. കമന്ന് കിടന്നിട്ടില്ല ആസനങ്ങളാണ്. കമന്ന് കിടന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കിടക്കാൻ.
മലന്ന് കിടന്നുകൊണ്ട് നമ്മൾ കാല് ഉയർത്തിയ പോലെ തന്നെ കമന്ന് കിടന്നുകൊണ്ട് കാല് ഉയർത്തുക. ഈ രണ്ട് കാലം നമ്മൾക്ക് 8 or 10 പ്രാവശ്യം ഉയർത്താവുന്നതാണ്. ഇനി രണ്ട് കാലം കൂടി ഉയർത്തും. ഹലഭാസനം, മർദ്ദാർത്ഥ ഹലഭാസനം എന്ന് പറയാം. കൈകൾ ചുരുട്ടി രണ്ട് സൈഡിൽ നിൽക്കുക. ഈ രണ്ട് കാലുകളും ഉയർത്തുക. നമ്മളുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അത് വയറിന് വളരെ നല്ല ആസനമാണ്. ലൈംഗികശേഷി വീണ്ടും ഉണ്ടാക്കാൻ നല്ലതാണ്. നടുവേദന കുറയാൻ നല്ലതാണ്. കിഡ്നിക്ക്, ലിവറിന്, യൂട്രസിന്റെ കൊലാപ്സേഷൻ ഒക്കെ മാറാൻ നല്ലൊരു ആസനമാണ്. ഇനി അതിന്റെ വിപരീതാസനം ഭുജംഗാസനം. ഇരു സൈഡിലും കൈ കുത്തിയതിനു ശേഷം തൊക്കിൽ വരെയുള്ള ഭാഗം മുകളിലേക്ക് വിട്ടുകൊണ്ടുവരും. മുകളിലേക്ക് നോക്കും. ശ്വാസം വിട്ടുകൊണ്ട് കിടക്കും. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയും. ആദ്യം ചെയ്ത് ചക്രാസനം ചെയ്ത പോലെ തന്നെ നമുക്ക് കമന്ന് കിടന്നിട്ടും ചെയ്യാം. ഡിസ്കിന്റെ പ്രശ്നമൊക്കെ മാറാൻ നല്ലതാണ്. ഡൈജഷൻ കൂടാൻ നല്ലതാണ്. സെക്സിന്റെ പ്രശ്നം മാറാൻ നല്ലതാണ്. ഒരുപാട് ക്രിയകളുടെ ആസനമാണ്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ തന്നെ വെച്ച് കിടക്കാൻ നോക്ക് വിശ്രമമായിട്ട്. അതുപോലെ ടെൻഷനൊക്കെ മാറില്ല. ശിശുവാസനത്തിൽ കിടക്കുക. പ്രഷറുള്ളവര്, ടെൻഷനൊക്കെ ഉള്ളവർ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് കുറവും. വീഡിയോ പിടിച്ചിട്ട് വീഡിയോ ഇല്ലാണ്ട് കിടന്നിരുന്നു. ഇനി നമ്മളുടെ ആദ്യം സൈക്കിൾ കിട്ടിയാൽ നമുക്ക് ചെയ്യാം. ഇത് സെക്സിന്റെ വളരെ നല്ലതാണ്. പെരുപറൽ ന്യൂറോപ്പതി, കാലിന്റെ ന്യൂറോപ്പതി ഇത് വളരെ നല്ലതാണ്. വെരിക്കോസിന് നല്ലതാണ്. ഗ്യാസിന്റെ പ്രശ്നം മാറാൻ നല്ലതാണ്. ഒരുപാട് പ്രയോജനമുള്ള ആസനങ്ങൾ. ഇത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ എന്നിട്ടും ചെയ്യാം. ഇത് താടാസനം. എന്നിട്ട് ചെയ്യാം. ഈ ആസനം നല്ലതാണ്. ഇങ്ങനെ പറയാൻ കിടക്കണം നല്ലതാണ്. മകരാസനം എന്ന് പറയും. മകരാസനം. മകരാസനം താടാസനം. ഇങ്ങനെ കിടക്കുക കുറെ നേരം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കാൻ നമുക്ക്. മകരാസനം ഇത്. വീണ്ടും പരന്ന് കിടക്കുക. വിശ്രമിക്കുക. ആദ്യം ചെയ്തപോലൊക്കെ ചെയ്യണം. കൈകൾ മുകളിൽ കൊണ്ടുപോയി സ്ട്രെച്ച് ചെയ്ത് പുറത്തേക്ക് വലിക്കണം. ശരീരം ഒന്ന് മുരി നിവർത്തണം.
അതിനുശേഷം ഉദരത്തിലുള്ള ശ്വാസം പുറത്തേക്ക് വിടണം, ഉദരത്തിലേക്ക് ശ്വാസം എടുക്കണം, വീണ്ടും പുറത്തേക്ക് വിടുക. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം ശവാസനം കിടക്കുക. ശരീരത്തെ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് കാണുക. കാലിൻ്റെ വിരലുകള്, കാലിൻ്റെ കാൽമസില്, കാലിൻ്റെ തൊട, ഇടതുകാലിൻ്റെ കാണുക, അര, ബട്ടക്സിൻ്റെ ഭാഗം, കിഴുവയറ്, മേൽവയറ്, ഇടത് കയ്യ്, വലത് കയ്യ്, കഴുത്ത്, താട, കീഴ്ചുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ശവാസനമൊക്കെ ചെയ്ത് ഒരു 10 മിനിറ്റ് കിടന്നതിന് ശേഷം വേണം നമ്മൾ എഴുന്നേറ്റ് പോകാൻ. ഓടിപ്പോകരുത്. നമുക്ക് കിടന്നിട്ടുള്ള ആസനകൾ ഇത്ര അവസാനിപ്പിക്കാം. ഞാനിത് ലഘുവായിട്ടാണ് ചെയ്തത്. പ്രമേഹമുള്ളവരുടെ ശരീരം പൊതുവെ കുറച്ച് വീക്കായിരിക്കും, അതുപോലെ പ്രായമുള്ളവരായിരിക്കും എന്ന കണക്കൂട്ടിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ദിവസവും രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.